വേദിയിലുള്ള ഡയറക്ടർ കൃഷി വകുപ്പ് പോകാമെന്നുള്ള ശങ്കയുണ്ടെങ്കിൽ തന്നെ എല്ലാ ഒരു സംഘം പ്രവർത്തകരുണ്ട്. വളരെ എങ്ങനെ ഈ 10-16 ദിവസം കുട്ടികൾ. അപ്പൊ ഈ പ്രദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം. മുഖ്യമായ ലക്ഷ്യം കാർഷിക വൃത്തിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും കാർഷിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് മനോധൈര്യം നൽകത്തക്കവണ്ണമുള്ള കൈത്താങ്ങ് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. നെൽകാർഷിക രംഗത്ത് നിൽക്കുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഗവൺമെന്റുകൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്ത് ഇപ്പോൾ 18 രൂപയടക്കം നെല്ലിന്റെ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കാർഷിക മേഖലയെ ശക്തമാക്കാൻ, നെൽകാർഷിക മേഖലയെ ശക്തമാക്കാൻ പര്യാപ്തമല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസം മുൻകാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായി 18 രൂപ താങ്ങുവില എന്നുള്ളത് അവർക്ക് ആശ്വാസം പകരുന്നത് തന്നെയാണെന്നുള്ള കാര്യം സംശയം വേണ്ട. തോട്ടപ്പള്ളി സ്പിൽവേ അതിലെ തണ്ണീർമുക്കം ബണ്ട്, ഇത് രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ തണ്ണീർമുക്കം ബണ്ട്, ആ ബണ്ടിന്റെ അപാധകൾ പൂർണ്ണമായും പരിഹരിച്ച് അത് പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബൃഹത്തായ ഒരു പദ്ധതി, 180ഓളം കോടി രൂപയുടെ പദ്ധതിക്ക് കേരള ഗവൺമെന്റ് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. ആ പ്രവർത്തനം ഇപ്പോൾ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെ ഏൽപ്പിച്ച് ആ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇന്നലത്തെ പ്രോസ്പെരിറ്റി കൌൺസിൽ മുഖ്യമന്ത്രി സാന്നിധ്യത്തിൽ തീരുമാനിക്കുകയുണ്ടായി.